ഹായ് അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് അവർ ചാനൽ. ഇറ്റ്സ് മീ ഹസീബൈദ്. ഇന്നിതാ ഞാൻ വന്നത് മൈദപ്പൊടിയും ഇത്തിരി തേങ്ങയും വെച്ചിട്ട് നല്ലൊരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. വളരെ എളുപ്പത്തിൽ എല്ലാവർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ റെസിപ്പിയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഒരു വട്ടം ഇതുപോലെ ഉണ്ടാക്കി നോക്കിയാൽ വീണ്ടും വീണ്ടും ഉണ്ടാക്കി നോക്കും. അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ്, എളുപ്പമാണ് ഉണ്ടാക്കാൻ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുകയെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ. അതിനിതാ ഞാനിവിടെ 2 ഗ്ലാസ് മൈദപ്പൊടിയാണ് എടുക്കുന്നത്. 2 കപ്പ്. നമ്മൾ ഏത് ഗ്ലാസ്സിലാണോ മൈദപ്പൊടി അളന്നെടുക്കുന്നത് ആ ഗ്ലാസ്സിൽ അതിൽ വേണം നമ്മൾക്ക് വെള്ളം കൂടി അളന്നെടുക്കാൻ. കപ്പിലാണെങ്കിൽ കപ്പിൽ, ഗ്ലാസ്സിലാണെങ്കിൽ ഗ്ലാസ്സിൽ. ഇപ്പോൾ അതാ ഞാൻ 2 ഗ്ലാസ് മൈദപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ അങ്ങനെ എടുക്കുക. അപ്പോൾ അതിൻ്റെ അളവൊക്കെ ഒന്ന് കൂട്ടിയെടുത്താൽ മതി. അപ്പോൾ ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടല്ലോ, സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഇതാ ഒരു മുട്ട കൂടി പൊട്ടിച്ച് ഒഴിക്കുന്നുണ്ട്. മുട്ട ഇതിലേക്ക് ഇതാ പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട്. മുട്ട ഒഴിച്ചെടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഉപ്പ് കൂടി ചേർത്തിട്ട് ഇത് നല്ല പോലെ നമ്മൾക്കൊന്ന് മിക്സ് ചെയ്യാം. നല്ല പോലെ ഇതുപോലെ ഒന്ന് മുട്ടൊക്കെ ഒന്ന് അതിൽ എല്ലായിടത്തും ആവുന്ന വിധത്തിൽ നമ്മൾക്കൊന്ന് ഇത് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഇതാ 1 ഗ്ലാസ് വെള്ളമാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മൾ കൂടുതലും മൈദപ്പൊടി എടുക്കും. ഇപ്പോൾ 2 ഗ്ലാസ്സിലേക്ക് 1 ഗ്ലാസ് വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഈ ഒരു വെള്ളം എനിക്ക് കറക്റ്റായിരുന്നു. ഇത് കൂടുതൽ ടൈറ്റ് ആവാനും പാടില്ല, കൂടുതൽ ലൂസാവാനും പാടില്ല. ഇപ്പോൾ ഇതാ 4 സ്പൂണ് തേങ്ങ കൂടി നമ്മൾ ഇതിലേക്ക് ഇട്ടെടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. തേങ്ങ കൂടുതൽ ചേർത്താൽ അത്രയും നല്ല ടേസ്റ്റാണ്. അപ്പോൾ തേങ്ങ ഇട്ടിട്ട് നമ്മൾ ഇതൊന്ന് മിക്സിയിലൊന്ന് അടിച്ചെടുക്കുന്നുണ്ട്. മിക്സിയിൽ അടിച്ചെടുക്കുമ്പോൾ ചെറുതായിട്ടൊന്ന് അടിച്ചെടുത്താൽ മതി. തേങ്ങ നമ്മൾക്ക് ഇതിലേക്ക് അപ്പമൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒന്ന് കടിക്കാനുള്ള ഒരു ഇത് കിട്ടണം. അപ്പോഴാണിത് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക. നമ്മൾക്കിതൊന്ന് അടിച്ചെടുത്ത് വരാം. 1 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തത്. കൂടുതൽ മൈദപ്പൊടി എടുക്കുകയാണെങ്കിൽ കൂടുതൽ വെള്ളം ചേർത്ത് കൊടുക്കാം. ഈ ഒരു ടൈമിൽ എനിക്ക് എൻ്റെ ഫ്രണ്ട്സുകളോട് പറയാനുള്ളത്, പുതിയ ഫ്രണ്ട്സുകൾ ആരെങ്കിലും കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ നിങ്ങൾക്ക് നമ്മളെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ വീഡിയോക്ക് ഒന്ന് ലൈക്കും കൂടി കൊടുക്കണേ. ലൈക്ക് ചെയ്യാൻ മറന്നവരുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ ഹൈപ്പ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അതും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. ഇപ്പോൾ ഇതാ മാവ് ഇതാ ഞാൻ അരച്ചെടുത്തിട്ട് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നല്ല ഫൈനായിട്ട് തന്നെ അരച്ചിട്ടുണ്ട്. ആ തേങ്ങ ഒന്ന് നല്ലപോലെ ഒന്ന് തേങ്ങ ഒന്ന് ക്രഷ് ആയാൽ മതി. നല്ല അരഞ്ഞ് കിട്ടേണ്ട തേങ്ങ. ഇപ്പോൾ അതാ ഈ ഒരു പരുവത്തിലാണ്. ഞാൻ 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുള്ളൂ. പിന്നെ ആ മിക്സി കഴുകിയിട്ട് കുറച്ച് വെള്ളം കൂടി അങ്ങനെ ഒഴിച്ചു കൊടുത്ത് ഇപ്പോൾ ഈ ഒരു പാകത്തിലാണ് നമ്മൾക്ക് കിട്ടിയിട്ടുള്ളത്. നമ്മൾക്കിതിൽ എന്തെങ്കിലും ഒരു കറിയൊക്കെ, നമ്മൾക്ക് ഒരു ചട്നി, എന്തെങ്കിലും ഒരു ചമ്മന്തിയൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ആ ഒരു ടൈമിൽ നമ്മൾക്ക് ഇതൊന്ന് ഒരു 5 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. റെസ്റ്റ് ചെയ്യാൻ വെക്കണമെന്നില്ല, വളരെ ഈസി ആയിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു ബ്രേക്ക്ഫാസ്റ്റാണിത്. നല്ല ടേസ്റ്റുമാണ് ഇത്. നമുക്ക് മീൻകറിയൊക്കെ കൂട്ടിയിട്ട് കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ്. ചമ്മന്തിനേക്കാളൊക്കെ എനിക്കിഷ്ടമായത് മീൻകറി കൂട്ടിയിട്ട് കഴിക്കാനാണ്. വെജിറ്റബിൾസ് കുറുമയൊക്കെ അതിലേക്ക് നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. ഇപ്പോൾ ഇതാ ഞാൻ നമ്മളെ ദോശ ചട്ടിയാണ് വെച്ചിട്ടുള്ളത്, ഇരുമ്പിൻ്റെ. നമ്മൾക്ക് ഫ്രൈ പാനിലും ഇത് നമുക്ക് ചുട്ടെടുക്കാം. ഞാൻ ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതാ ഒരു തവി മാവ് ഒഴിച്ചിട്ട് ഇതുപോലെ ഒന്നിങ്ങനെ ചുറ്റിച്ച് കൊടുക്കാം. നമ്മളെ ചാനലിൽ ഹസീബൈദ, നമ്മളെ ചാനലിൽ ഇതുപോലെ നല്ല നല്ല ഈസി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പികൾ ഒരുപാടുണ്ട്. അപ്പോൾ കാണാത്തവരെല്ലാവരും ഒന്ന് കണ്ടു നോക്കണേ. അപ്പോൾ ഇതാ ഞാനിത് ഇതുപോലെ ഒന്ന് ചുറ്റിച്ച് കൊടുത്തിട്ട് നമ്മൾക്കിതൊന്ന് അടച്ച് വെക്കാം. ഒരു 2-3 സെക്കൻഡ് നമ്മൾക്കിതൊന്ന് അടച്ച് വെക്കാം. പെട്ടെന്ന് തന്നെ ഇതായി കിട്ടും, കുറേ ടൈമൊന്നും ആവണം. ഇപ്പോൾ ഇതാ നമ്മളെ ദോശ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ അടപ്പൊന്ന് തുറന്ന് നമ്മൾക്ക് കുറച്ച് ഓയിലൊന്ന് ഇതിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ നെയ്യ് ആയാലും കുഴപ്പമില്ല കേട്ടോ. നെയ്യ് ആകുമ്പോഴും കൂടുതൽ ടേസ്റ്റാണ്. നെയ്യ് ഓയിൽ നമ്മൾക്ക് എന്താ ഇഷ്ടം നമ്മൾക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾക്കിത് തിരിച്ചും മറിച്ചിട്ട് കൊടുത്ത് ഇതിങ്ങനെ ഒന്ന് നല്ല മൊരിഞ്ഞിട്ട് അങ്ങനെ കഴിക്കുകയാണെങ്കിൽ കറിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. നല്ല മൊരിച്ചെടുത്തിട്ട് കഴിക്കുകയാണെങ്കിൽ കറി ഇല്ലാത്തതന്നെ ചൂടോട് കൂടി ഇത് കഴിക്കാൻ സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ ഇത് നമ്മളിങ്ങനെ തിരിച്ചും മറിച്ചിട്ട് കൊടുത്ത് നമ്മൾക്കിത് ഇങ്ങനെ ഒന്ന് ഫ്രൈ ചെയ്ത് അങ്ങനെ എടുക്കാം. മുട്ട ചേർത്തും ചോദിച്ചിട്ട് മുട്ടൻ്റെ ആ ഒരു സ്മെല്ലോ ടേസ്റ്റോ ഒന്നും ഉണ്ടാവില്ല കേട്ടോ. തേങ്ങ ഒക്കെ നല്ല ഇതിങ്ങനെ നല്ല മൊരിച്ചെടുക്കുമ്പോൾ തേങ്ങ ഒക്കെ അങ്ങനെ മൊരിഞ്ഞിട്ട് നല്ലൊരു ടേസ്റ്റാണ് ഇത് ഉണ്ടാവുക. അപ്പോൾ ഇത് ചട്നിയോ മീൻ കറിയോ ചിക്കൻ കറിയോ ബീഫ് കറിയോ എന്ത് കറി വേണമെങ്കിലും കൂട്ടിയിട്ട് നമ്മൾക്കിത് കഴിക്കാം. എനിക്കിഷ്ടമായത് മീൻ കറി കൂട്ടി കഴിക്കാനാണ്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. അപ്പോൾ ഇതാ നമ്മളെ ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ഞാൻ എല്ലാ ദോശയും ഇതുപോലെ തന്നെ ചുട്ടെടുത്തിട്ടുണ്ട്. കഴിഞ്ഞ വീഡിയോയിലൊക്കെ നമ്മൾക്ക് എല്ലാവരും നല്ല സപ്പോർട്ടാണ് തന്നിട്ടുള്ളത്. അപ്പോൾ അതുപോലെ ഈ ഒരു വീഡിയോയിൽ നിങ്ങളെ സപ്പോർട്ട് പ്രതീക്ഷിക്കണം. ഇപ്പോൾ ഇതാ നമ്മളെ ദോശ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ഞാനിതാ അടുത്ത ദോശ അങ്ങനെ ഒന്ന് ചുട്ടെടുക്കുന്നുണ്ട്. ആദ്യം ഞാൻ
ഇതാ ദോശച്ചട്ടിയിൽ ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ ഒരു തവി മാവ് ഒഴിച്ചിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് ചുറ്റിച്ചെടുക്കാം. ഇതേ രൂപത്തിൽ നമ്മൾ ചെയ്തെടുക്കുന്നത്. ഇത് ഏതൊരു കുട്ടികൾക്കും വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയൊരു ബ്രേക്ക്ഫാസ്റ്റാണ്. വളരെ ഈസി ആയിട്ട് നമ്മൾക്ക് ചെയ്യാം. സൂപ്പർ ടേസ്റ്റുമാണ്. അപ്പോൾ ഇതൊന്ന് അടച്ച് വെക്കുന്നതിന് മുന്നേ നമ്മൾക്ക് ഇതുപോലെ ഒന്ന് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്തെടുക്കുക. അങ്ങനെയും ചെയ്യാം. അടച്ച് വെച്ചിട്ട് അത് തുറന്നതിന് ശേഷം അങ്ങനെ നമ്മൾക്ക് ഓയിൽ സ്പ്രെഡ് ചെയ്യാം. അപ്പോൾ ഞാൻ 2 രൂപത്തിലൊന്ന് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇതാ ഒന്ന് തുറന്നതിന് ശേഷം വീണ്ടും ഇത് തിരിച്ചും മറിച്ച് ഇട്ട് കൊടുത്ത് അങ്ങനെ നമ്മളിതൊന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു അപ്പമാണ്. പലഹാരം ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കാനൊക്കെ മടിയുള്ള കുട്ടികളൊക്കെ ഉണ്ടാവുമല്ലോ അല്ലേ. അപ്പോൾ എല്ലാവരും ഇത് കഴിക്കും. പിന്നെ ഗോതമ്പ് പൊടി വെച്ചിട്ട് നമ്മൾക്ക് ഇതേ രൂപത്തിൽ നമ്മൾക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഞാൻ അങ്ങനെ ഇതുപോലെ ഇതിൽ ചെയ്തിട്ടുണ്ട്. അതും സൂപ്പർ ടേസ്റ്റ് തന്നെയാണ്. ഇപ്പോൾ മൈദപ്പൊടി കഴിക്കാൻ അത്ര ഇഷ്ടമല്ല, ഹെൽത്തി അല്ലല്ലോ എന്നൊക്കെ തോന്നുന്നവർ നമ്മൾക്ക് ഗോതമ്പ് പൊടി വെച്ചിട്ട് ഇത് ചെയ്യാം. ഡിന്നറിനും ഒക്കെ നമ്മൾക്കിത് സൂപ്പർ ടേസ്റ്റാണ്. അടിപൊളി ബ്രേക്ക്ഫാസ്റ്റാണ്. ഡിന്നറിനും ഇതുപോലെ ഉണ്ടാക്കുക. അപ്പോൾ ഇതാ നമ്മളെ ദോശ എല്ലതും ഞാനിതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇത് കണ്ടത് നമ്മൾ ചട്ടിയിൽ വെക്കുമ്പോൾ ഇതുപോലെ ഇങ്ങനെ പൊങ്ങി വരും കേട്ടോ. നല്ല അടിപൊളിയായിട്ട് കിട്ടും. അപ്പോൾ ഇത് നമ്മളെ എല്ലാ ദോശയും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയുള്ളൂ. ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മളെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കണേ. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.